നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ശക്തമായ സ്ഥാനാർത്ഥികൾ നിറഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നിറഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പ്. ആര് വാഴും ആര് വീഴുമെന്നെല്ലാം കാത്തിരുന്നു കാണേണ്ട ചതുഷ്കോണ മത്സരം. നിലമ്പൂരിലെ കക്ഷി രാഷ്ട്രീയക്കാരായവരും അല്ലാത്തവരുമായ വോട്ടർമാർ ആരാകണം MLA എന്ന് കേരള വിഷൻ ന്യൂസിനോട് പറയും. തീർച്ചയായും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിവൈകാരികമാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന, ആത്മവിശ്വാസം തരുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം 9 വർഷം നീണ്ടുനിന്ന ഭരണ തകർച്ചയിൽ നട്ടം തിരിയുന്ന, നെട്ടോട്ടം ഓടുന്ന, പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കുളിർമഴ പോലെ നമ്മുടെ ഷൗക്കത്തിക്ക വരണം. അതും അമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഞങ്ങൾ എല്ലാവരും അഹോരാത്രം പ്രവർത്തിക്കും. ഇരുണ്ട മഴക്കാരനെ നീക്കി മേഘം തെളിയാൻ പോകുന്ന ഈ അവസരം 100% നമുക്ക് അനുകൂലമായി തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDFന്റെ സ്ഥാനാർത്ഥിയും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ് ഇവിടെ പ്രധാനമായും മത്സരം നടക്കുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ തീർച്ചയായും അത് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും പിണറായി വിരുദ്ധ വോട്ടുകളും UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കും എന്നതിൽ രണ്ടഭിപ്രായമില്ല. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്. ഈ എൻ സ്വരാജ് ഒരു നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും അഹോരാത്രം പ്രയത്നിക്കുന്നുമുണ്ട്. ചില പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇടതുപക്ഷം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിലമ്പൂർ കാണുന്നത്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നല്ല പദ്ധതികളുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് ഇനിയും ഒരു ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഈ നാടിന്റെ മുഴുവൻ പിന്തുണയും അദ്ദേഹത്തിനുണ്ടാകും. ഇത്രയും കാലം നമുക്ക് മുന്നിൽ ഒരുപാട് തൊഴിലാളി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് എന്തായിരുന്നു, അവരോട് എങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്, അവര് ഒരുപാട് സമരങ്ങൾ നടത്തിയ സമയത്ത് അതിനെതിരെ എന്ത് രീതിയിലുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളത് ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു ഇലക്ഷനും കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ? എല്ലാ മേഖലയിലും, എല്ലാ സംഘടനകളും, എല്ലാ രീതിയിലും കുടുംബസംഘമായിട്ടും വാർഡ് കമ്മിറ്റികൾ അന്വേഷണമായിട്ടും വളരെ സജീവമായിട്ട് എല്ലാ ആളുകളും സജീവമായ രംഗത്തുണ്ട്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. നിലമ്പൂരും മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന സീറ്റാണ്. അതവിടെയാണ് മുനിസിപ്പാലിറ്റി ഓഫീസ്. ഭരണ വികസനമാണ് ഒരു ഇതാണ്. വികസനം നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ, ജനങ്ങൾക്കില്ല. അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഞാൻ പോണ റോഡുകളൊക്കെ നോക്കുന്നത് ഉണ്ട് കുഴിയ. സംസ്ഥാനം ഭരിക്കുന്ന LDF ആണ്. ചെയർമാനോട് വെച്ച് പറയും പൈസ ഇല്ല. ഇവിടെ നോക്കിന് യാതൊരു കുഴപ്പമില്ല. അത് എത്ര കോടി വേണമെങ്കിൽ ചെലവഴിക്കാൻ പറ്റുന്ന സാധ്യത. ഇതുകൊണ്ട് ശരിയാവില്ല. ഈ ഗവൺമെന്റ് 100% പരാജയമാണ്. അത് നിലമ്പൂർ ശരിക്കും കാണും. നിലമ്പൂർ അത്ര മോശമുള്ള ആൾക്കാരൊന്നുമല്ല, നല്ല പേരുള്ള ആൾക്കാരാ.